ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് കറാഹിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഈ കറാഹി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ പാകിസ്ഥാനി അവിടുത്തെ ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി തക്കാളി ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കൂടുതൽ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒറിജിനൽ ബീഫിൻ്റെ ടേസ്റ്റ് വരുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്തായാലും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഒഴിവിനനുസരിച്ച് എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എണ്ണയും എടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 കിലോ ബീഫ് കഴുകി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിലൊന്നും ചേർക്കാതെയാണ് നമ്മളിതിൽ ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബീഫ് എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ആ സമയത്ത് ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇറങ്ങി വരും കേട്ടോ. ബീഫ് ചൂടാകുന്നതിനനുസരിച്ചിട്ട് ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വരും. ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യാതെയാണ് നമ്മൾ ഈ ബീഫ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഫിൻ്റെ നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ബീഫ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണത്. അതുപോലെ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒരു 2 ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബീഫൊക്കെ വെക്കുമ്പോൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി അതിൽ കിടന്നിട്ട് ഉള്ളിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ ബീഫിൽ പിടിക്കോളം നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ബീഫിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ, നമ്മളൊന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കിലോ ബീഫിൻ്റെ കണക്കാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ. അപ്പോൾ തക്കാളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ കുറച്ച് അധികം നന്നായിട്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. ബീഫൊക്കെ ആവുന്ന സമയത്ത് കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഇല്ലാണ്ടായിക്കോളും. ഇനി ഇത് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മസാലയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം കുറച്ച് സമയം നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാവണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് എന്താണെന്ന് വിചാരിച്ചാൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും ആ ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഇറച്ചി വേവുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ വിസിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ബീഫിന് എത്ര നിങ്ങൾ ടൈം കൊടുക്കണം അത്രയും ടൈം കൊടുക്കുക. അപ്പോൾ ഞാൻ ബീഫ് വെന്തതിന് ശേഷം ഇപ്പോൾ കുക്കർ തുറന്നിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം കുറച്ചും കൂടെ ഉണ്ട്, അതിൻ്റെ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തീ ഓണാക്കിയിട്ട് വേണം നമ്മൾ കുക്കർ വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മല്ലിയില ഇല്ലാത്ത കാരണം ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്രഷ് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തീ ഓണാക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ആ ഗ്രേവി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഗ്രേവി വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക. ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരുന്നുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. ഒരു 5-6 നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കപ്പയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. കുറച്ച് ഇഞ്ചിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.
നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.